നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ സിഖുകാർക്ക് ഗുരുദ്വാരയിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും മുസ്ലിം പെൺകുട്ടികൾക്ക് കോളേജിൽ ബുർക്ക ധരിച്ച് ചെല്ലാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്നും കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദ്. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ ഈ പ്രസ്താവന തെറ്റാണെന്നും ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിച്ചു ഗുരുദ്വാരയിൽ പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ലെന്നും ഇന്ത്യ ടുഡേ ജേർണലിസ്റ്റ് രാഹുൽ കൻവാർ വ്യക്തമാക്കി. ഇന്ത്യ ടുഡേ ചാനലിൽ നടന്ന സംവാദത്തിലായിരുന്നു രാഹുൽ കൻവാർ ഷമാ മുഹമ്മദിന്റെ വാദങ്ങളെ വസ്തുതകൾ നികത്തി തകർത്തത്. എങ്ങനെ താങ്കൾക്ക് ഇത് പറയാൻ കഴിയുന്നുവെന്ന് ഷമാ മുഹമ്മദിന്റെ ചോദ്യത്തിന് താൻ മാധ്യമ പ്രവർത്തകനാണെന്നും രാജ്യത്തെ പുതിയ സംഭവ വികാസങ്ങൾ അപ്പപ്പോൾ നോക്കിക്കാണലാണ് തന്റെ തൊഴിലെന്നും രാഹുൽ കൻവാർ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന തെറ്റാണ്. സിഖുകാർക്ക് ഇന്ത്യയിൽ അവരുടെ പരമ്പരാഗത വളയായ ഖട കയ്യിൽ ധരിക്കുന്നതിനോ ഗുരുദ്വാരകളിൽ തലപ്പാവ് ധരിച്ചു പോയി പ്രാർത്ഥിക്കുന്നതിനോ തടസ്സമില്ലെന്നും രാഹുൽ കൻവാർ തറപ്പിച്ചു പറയുന്നു. ഇത് സിഖുകാർക്കിടയിൽ ഭീതി വിതയ്ക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തന്ത്രം മാത്രമാണ്, ജേർണലിസ്റ്റ് രാഹുൽ കൻവാർ പറഞ്ഞു. സിഖ് തീവ്രവാദികളായ ഖാലിസ്ഥാൻ വാദികളെ സന്തോഷിപ്പിക്കുന്നതിനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. രാഹുൽ ഗാന്ധിയുടെ ഈ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ രാഹുലിനെ അഭിനന്ദിച്ച് ഖാലിസ്ഥാൻ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് രംഗത്തെത്തിയിരുന്നു. ഇതോടെ ചർച്ചയാകുന്നത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പണ്ട് ഖാലിസ്ഥാൻ വാദത്തിന് ചുക്കാൻ പിടിച്ച തീവ്രവാദിയായ ഭിന്ദ്രൻവാലയെ ഇന്ദിരാഗാന്ധിയാണ് സംരക്ഷിച്ചത്. പിന്നീട് ഭിന്ദ്രൻവാല ഇന്ദിരാഗാന്ധിക്ക് പോലും നിയന്ത്രിക്കാനാകാത്ത തിന്മയുടെ ശക്തിയായി വളരുകയും ചെയ്തതോടെയാണ് സിഖുകാരുടെ പവിത്ര ആരാധനാലയമായ സുവർണക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധി പട്ടാളത്തെ അയച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ഈ ദൌത്യത്തിലൂടെ ഇന്ത്യൻ സേന ഭിന്ദ്രൻവാലയെ വധിക്കാൻ സാധിച്ചു. പക്ഷേ തങ്ങളുടെ പവിത്രമായ ക്ഷേത്രത്തിലേക്ക് പട്ടാളത്തെ അയച്ചതും അതിനുള്ളിൽ വെടിയുതിർത്തതും സിഖുകാരെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ഭിന്ദ്രൻവാലയ്ക്കെതിരെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ പട്ടാള ആക്രമണത്തിന് സിഖുകാർ പ്രതികാരം ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ സിഖുകാർ തന്നെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ഇന്ദിരാഗാന്ധി ഖാലിസ്ഥാൻ വാദത്തെ പിന്തുണച്ച അതേ ശൈലിയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത്. തലപ്പാവും ഖഡ സിഖുകാരുടെ പരമ്പരാഗത കൈവളയും ധരിച്ച് സിഖുകാർക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ലെന്നാണ് ഈയിടെ രാഹുൽ ഗാന്ധി US-ൽ പ്രസംഗിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് സിഖുകാർക്ക് അങ്ങനെ ഒരു ദുരവസ്ഥയൊന്നും ഇല്ലെന്നും നിരവധി സിഖ് നേതാക്കളും ഇന്ത്യ ടുഡേയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാഹുൽ കൻവാറിനെ പോലുള്ളവരും അഭിപ്രായപ്പെടുന്നു. രാഹുൽ ഗാന്ധി സിഖുകാർക്കിടയിൽ ഭീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ എന്നാണ് ആരോപിക്കപ്പെടുന്നത്. സിഖുകാർക്കുള്ളിൽ പുകയുന്ന അരക്ഷിതാവസ്ഥയെ മുതലാക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ പിന്തുണച്ച് കാനഡ, US എന്നീ രാജ്യങ്ങളെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഖാലിസ്ഥാൻ വാദികളെ പിന്തുണയ്ക്കുന്ന സംഘടന പ്രസ്താവന ഇറക്കിയിരുന്നു. രാഹുൽ ഗാന്ധി ഖാലിസ്ഥാൻ വാദികൾക്കൊപ്പമാണെന്നാണ് സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് പ്രസ്താവിച്ചത്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങൾ അപകടകരമാണെന്നും കുറുക്കുവഴികളിലൂടെ അധികാരം നേടാനുള്ള അജണ്ടയുടെ ഭാഗമായുള്ള ബോധപൂർവ അജണ്ടയുടെ ഭാഗമാണ് ഈ പ്രസ്താവനയെന്നും നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. കാരണം ഖാലിസ്ഥാൻവാദികളുടെ അജണ്ടയെ പിൻപറ്റുക വഴി അപകടകരമായ ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്കാണ് രാഹുൽ ഗാന്ധി മുന്നേറുന്നത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മണ്ടത്തരത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.